الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلقكم من تراب ثم إذا أنتم بشر تنتشرون ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين. ومن آياته منامكم بالليل والنهار وابتغاءكم من فضله إن في ذلك لآيات لقوم يسمعون. ومن آياته يريكم البرق خوفا وطمعا وينزل من السماء ماء فيحيي به الأرض بعد موتها إن في ذلك لآيات لقوم يعقلون. ومن آياته أن تقوم السماء والأرض بأمره ثم إذا دعاكم دعوة من الأرض إذا أنتم تخرجون وله من في السماوات والأرض كل له قانتون. صدق الله العظيم. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ അത്ഭുതാവഹമായ ചില പരിണാമങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവ സൃഷ്ടിയുടെ ശക്തിയും മാഹാത്മ്യവും മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ ഹൃദയത്തിൽ തുളച്ചു കയറുന്ന ഭാഷയിൽ ചില സംഗതികൾ അവതരിപ്പിക്കുക എന്നത് ഖുർആൻ്റെ ഒരു തനത് ആവിഷ്കാര ശൈലിയാണ്. ലോകത്ത് ഒരുപാട് സാഹിത്യ ഗ്രന്ഥങ്ങളുണ്ട്. വിശ്വസാഹിത്യത്തിൽ എടുത്തു പറയപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ പല ഭാഷകളിലുണ്ട്. പക്ഷെ എല്ലാ സാഹിത്യത്തെയും അതിജയിക്കുന്ന തരത്തിൽ ആവിഷ്കാരകലയുടെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഖുർആൻ. മനുഷ്യരിൽ ആർക്കും അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉപമകളും ഉപമാനങ്ങളും അതുപോലെ ചരിത്ര പ്രകൃതി ദൃഷ്ടാന്തങ്ങളുമൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് ആർക്കും ഇങ്ങനെ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ഖുർആൻ പലപ്പോഴും അത് എടുത്തു പറയുകയും വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ്. ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. നിങ്ങളിതിൽ വിശ്വസിക്കാതെ ഇതിനെ അവഗണിച്ചു പോവുകയാണെങ്കിലും ഇതുപോലത്തെ ഒരു സൂറത്ത് അല്ലെങ്കിൽ ചില ആയത്തുകൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരിക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് അക്കാലഘട്ടത്തിലെ അറബി സാഹിത്യ വിദഗ്ധന്മാരോട് തന്നെ പറയുകയുണ്ടായി. അറബി സാഹിത്യം ഏറ്റവും ഉന്നതയിൽ നിന്നിരുന്ന ഒരു കാലഘട്ടമാണ്.
പ്രത്യേകിച്ച് അറബി കവിത മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ വിചാര വായ്പകളും വളരെ ഭംഗിയായി ഒപ്പിയെടുത്ത് മറ്റു മനുഷ്യരുടെ ഹൃദയത്തിൽ ആന്തോളനങ്ങൾ സൃഷ്ടിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കുവാൻ കഴിവുണ്ടായിരുന്ന ഒരുപാട് കവികൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഒരു കവിതാശകലത്തിലൂടെ ആരും തന്നെ കണ്ടെത്താത്ത ആശയങ്ങൾ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യാൻ പ്രത്യക്ഷത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഉള്ളിലുള്ള അർത്ഥം മനസ്സിലാക്കിയിട്ട് തിരിച്ചടിക്കുവാൻ കഴിവുള്ള കവികൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹിത്യ സമൂഹത്തിലോട് ഈ ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇതിലെല്ലാ തരത്തിലുള്ള സംഗതികളും തിബിയാനൻ ലികുല്ലി ഷൈഇൻ, എല്ലാത്തിനും വിശദാംശങ്ങളും വിശദീകരണങ്ങളും ഉണ്ട്. ആഴത്തിൽ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ ജീവിതത്തിൻ്റെ ആവശ്യമായ എല്ലാ സംഗതികളുണ്ട്. ഇതൊക്കെ ഖുർആന്റെ മാത്രം സ്വന്തമായ ഒരു ശൈലിയാണ്. എന്തിനാണ് ഇത്തരം ഉന്നതമായ ഒരാവിഷ്കാര ശൈലി ഉപയോഗിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മനുഷ്യനെ അവൻ്റെ ജീവിത യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുന്നതിനാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ യഥാർത്ഥ വഴി കണ്ടെത്തി സുരക്ഷിതനായി ജീവിത വിജയം വരിക്കുന്നതിന് വേണ്ടിയാണ് ഒരുപാട് സൂറത്തുകളിൽ ഇത്തരം സൂക്തങ്ങൾ നിർലോഭമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. അതിൽ സൂറത്ത് നൂറിലെ 20 മുതൽ 26 വരെയുള്ള സൂക്തങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ആദ്യമായി കേൾപ്പിച്ചത്. വമിൻ ആയാതിഹി അൻ ഖലഖകും മിൻ തുറാബിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ദൃഷ്ടാന്തം എടുത്ത് പറയാം. അവൻ നിങ്ങളെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. സുമ്മ ഇദാ അന്തും ബശറുൻ തൻതശിറൂൻ. പിന്നെ നിങ്ങൾ മനുഷ്യരായി ഇങ്ങനെ ഭൂമിയിൽ വ്യാപരിച്ച് നടക്കുന്നു എന്നുള്ള പ്രത്യക്ഷത്തിൽ അത്ര വലിയ ഒരു ഗൗരവവും ഗാംഭീര്യവും ഒന്നും നമുക്ക് തോന്നാറില്ല. ഇതിങ്ങനെ കേട്ടാൽ ഒരുപാട് കേട്ട് ശീലിച്ചതുകൊണ്ട് പരിചയം കൊണ്ട് നമുക്കതിൻ്റെ പുതുമ നഷ്ടപ്പെട്ടു പോയതാണ് യഥാർത്ഥത്തിൽ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആരംഭത്തെക്കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യം, ശാസ്ത്രീയ സത്യം അത് വെളിപ്പെടുത്തുകയാണ്. മനുഷ്യനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്ന ഒരു സംഗതിയാണ്. വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. എങ്ങനെ 10-11 സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് എടുത്ത് പറയുന്നുണ്ട്. കളിമണ്ണിൻ്റെ സത്തിൽ നിന്നാണ്. അപ്പം നിർജീവമായ ഒരു വസ്തു, ജീവനും ചലനവുമില്ലാത്തൊരു പദാർത്ഥമാണ് മണ്ണ്. അതിൽ നിന്നുണ്ടായ ജീവനും ചലനവുമുള്ള ഒരു മനുഷ്യൻ, ശക്തിയും പ്രതാപവും തൻ്റെയിടവുമുള്ള മനുഷ്യൻ. ഇത് രണ്ടിനെയും ഇങ്ങനെ മുഖാമുഖം നിർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് മനുഷ്യനോട് പറയാം, നിന്റെ ഒറിജിൻ, നിന്റെ അടിസ്ഥാനം എവിടെ നിന്നാണ് എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കുക. യാതൊരു ശേഷിയുമില്ലാത്ത, ചലിക്കാൻ കഴിവില്ലാത്ത, ജീവിക്കാനില്ലാത്ത കഴിവില്ലാത്ത, നിശ്ചലമായ ജീവനില്ലാത്ത മണ്ണ്. നീയാണെങ്കിലോ നല്ല ശക്തിയുള്ള കഴിവുള്ള തനിക്ക് താൻ പോന്നവനാണ് എന്ന് എപ്പോഴും വിചാരിക്കുന്ന മനുഷ്യൻ. ആ രണ്ടിനെ ഇങ്ങനെ മുഖാമുഖം നിർത്തിയിട്ട് ഇതെങ്ങനെയാണ് സാധിച്ചത് എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കുക. ആഴത്തിൽ ചിന്തിക്കുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മാഹാത്മ്യമാണ് ബോധ്യമാകും. അവൻ്റെ മനസ്സിൽ അറിയാതെ ദൈവസ്മരണ ഉണ്ടാവുകയും അള്ളാഹുവിൻ്റെ സ്തുതി കീർത്തനങ്ങൾ, സ്തോത്രാലാപനങ്ങൾ ഉയരുകയും ചെയ്യും. അതിനു വേണ്ടിയാണ്. അതായത് മനുഷ്യനെന്ന ഈ സത്ത അതിശക്തിമാനാണ്, സർവത്തിനും കഴിയുന്നവനാണ് എന്നുള്ള തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ മനുഷ്യനെ വിളിച്ചു നിർത്തി പറയുന്നു, നീ ഒന്ന് ആലോചിക്കുക, അവിടെ നിൽക്കുക. നീ ഭൂമിയിലൂടെ ചവിട്ടിപ്പൊളിച്ച് ജീവിക്കുകയാണല്ലോ. നിന്റെ ഒറിജിൻ എവിടെയാണ്? നിന്റെ ആരംഭം എങ്ങനെയായിരുന്നു? നിന്നെ എങ്ങനെയാണ് നാം പടച്ചുണ്ടാക്കിയത് എന്ന് നീ ഒരു നിമിഷം ആലോചിച്ച് നോക്കും. ചലനമില്ലാത്ത, ജീവനില്ലാത്തൊരു പദാർത്ഥം. അപ്പുറത്ത് നിന്റെ അവസ്ഥയോ എല്ലാത്തിനും പോകുന്ന കഴിവുള്ള നീ ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെ നിന്ന് ഇവിടത്തിലേക്കുള്ള ഈ പരിണാമത്തിലേക്കുള്ള ദൂരം അത് വളരെ ഗംഭീരമാണ്. നമ്മളാരും കണ്ടിട്ടില്ല മണ്ണ് കൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. നമ്മളൊക്കെ കണ്ടത്
അല്ലെങ്കിൽ കാണുന്നത് സ്ത്രീകൾ പ്രസവിച്ചു വരുന്ന കുഞ്ഞുങ്ങളെയാണ്. ഇവിടെ സൃഷ്ടിപ്പിൻ്റെ ഒരു വലിയ നിഗൂഢമായ യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടി ആരംഭിച്ചതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. വബദഅ ഖൽഖൽ ഇൻസാൻ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണ് വാരി ഉണ്ടാക്കി എന്നുള്ള നിലയ്ക്കല്ല. പഴയകാല ഗ്രന്ഥങ്ങളിൽ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അതിനു മുമ്പ് തന്നെ അല്ലാഹു തആല പ്രപഞ്ചത്തെയും ഭൂമിയൊക്കെ സൃഷ്ടിച്ചിരുന്നു. മണ്ണെടുക്കാൻ മലക്കുകളെ പറഞ്ഞയച്ചു എന്ന ഒരു ഹദീസ് തള്ളിക്കളയാൻ പറ്റാത്ത പാരമ്പര്യമുള്ള സനദുള്ള ഒരു ഹദീസാണ്. അപ്പോൾ ഓരോരുത്തരും പോയി മണ്ണെടുക്കാൻ ജിബ്രീൽ പോയപ്പോൾ ഭൂമി പറഞ്ഞു പോലും എൻ്റെ അടുത്ത് എടുക്കണ്ട, കാരണം ഇത് സൃഷ്ടിക്കാൻ പോകുന്ന ഇവൻ ഈ ഭൂമിയിൽ എൻ്റെ മുകളിൽ ഒരുപാട് കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് മണ്ണെടുക്കണ്ട എന്ന് പറഞ്ഞു. കഥയാവാം, ഒരു ഹദീസായിട്ടാണ് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. അതുപോലെ ഇസ്രാഫീൽ പോയി, അങ്ങനെ 2-3 മലക്കുകളുടെ പേരൊക്കെ പറയും. അവസാനം അല്ലാഹു തആല അസ്രായിലിനെ വിട്ടു. അസ്രായിൽ അവിടെ പോയി. അപ്പോൾ ഭൂമി പറഞ്ഞു മണ്ണെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഭൂമിയോട് അസ്രായിൽ പറഞ്ഞു, നീയും ഞാനും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, എന്നോട് എൻ്റെ രക്ഷിതാവ് കൽപ്പിച്ച നിൻ്റെ മാറിടത്തിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്തുകൊണ്ട് ചെല്ലാനാണ്, അതുകൊണ്ട് അതിന് നിഷേധിക്കാൻ നിനക്ക് അവകാശമില്ല, ഞാൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞു എന്നാണ് കഥ. അങ്ങനെ ആ ജന്മത്തിന് ധൈര്യപൂർവ്വം മണ്ണെടുത്തു എന്ന കാരണം കൊണ്ടാണ് മരണത്തിൻ്റെ ഉത്തരവാദിത്വം മലക്കൽ മൗത്തിന് കൊടുത്തത് എന്നാണ് ഹദീസിൻ്റെ ബാക്കി പത്രം. അതെന്തായിരുന്നാലും ഇവിടെ ഉദ്ദേശിച്ചൊരു സംഗതി, മനുഷ്യൻ്റെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ഈ മണ്ണിലുണ്ടാകുന്ന ആ സത്ത അത് തന്നെയാണ് എന്നുള്ള ഒരുപാട് മൂലകങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹൈഡ്രജനും ഓക്സിജനും ഫോസ്ഫറസും അയണും ഒക്കെ ഈ ഭൂമിയിലുണ്ട്. ഇപ്പോൾ ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള ഈ ഭൂമിയിലെ മൂലകങ്ങളിൽ ഏതാണ്ട് 40% മൂലകങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ട് എന്നുള്ള. വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ, അന്ന് സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഭൂമിയിൽ ഒരു നിശ്ചിത കാല ജീവിതമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ ആ ഭൂമിയിൽ ജീവിക്കാൻ പര്യാപ്തമായ ഒരു ശരീരം മനുഷ്യന് ആവശ്യമുള്ളത് കൊണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിന് താതാത്മ്യം അല്ലെങ്കിൽ അതുമായി ഒത്തുപോകുന്ന ഒരു ബോഡി ഉണ്ടാക്കി എന്നുള്ളതാണ്. ഭൂമിയുടെ മൂലകങ്ങളും മനുഷ്യ ശരീരത്തിലെ മൂലകങ്ങളും ഒത്തുപോകുന്ന തരത്തിലായിരുന്നു എന്നുള്ളതാണ്. നമ്മളെ ചന്ദ്രനിലോ സൂര്യനിലോ ഒക്കെയാണ് ജീവിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ശരീരവും രൂപവും ഒന്നും ഇത് ആകുമായിരുന്നില്ല. അവിടുത്തെ സാഹചര്യത്തിന് ചുറ്റുപാടിന് പറ്റിയ രീതിയിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുക. അപ്പോൾ ഭൂമിയുടെ ചുറ്റുപാടിൽ ജീവിക്കാൻ പര്യാപ്തമായ ഒരു സംവിധാനം സൗകര്യം വഴി ഇവിടെ വായുവും വെള്ളവും വെളിച്ചവും നമുക്ക് നിർബന്ധമായ സംഗതിയായി തീരുമാനിച്ചു. വായു ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, വെള്ളമുണ്ടെങ്കിലേ വെളിച്ചമുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അതെല്ലാം ഇവിടെ സംവിധാനിച്ചു. ഈ മണ്ണിനോട് മല്ലടിച്ചുകൊണ്ട് മണ്ണിനെ പരിവർത്തിപ്പിച്ചുകൊണ്ട് മണ്ണിനെ സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലാക്കി മാറ്റിക്കൊണ്ട് നാഗരികതകളും സംസ്കാരങ്ങളും കെട്ടിപ്പടുത്തുകൊണ്ട് ഇവിടെ ചരിത്രം രചിക്കുവാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രതിനിധിയായി അയച്ച ഒരു മഹാസൃഷ്ടിയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ. അവൻ നിസ്സാരക്കാരനല്ല എന്നുള്ളതാണ്. ഭൂമിയുടെ മണ്ണിനെ പാകപ്പെടുത്താനും ഭൂമിയിൽ ജീവിച്ച് ചരിത്രമുണ്ടാക്കാനും സത്യത്തിൻ്റെ പാതയ്ക്ക് ഉറപ്പോടുകൂടി സാക്ഷ്യം വഹിക്കാനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശരീരം തന്നിട്ടുണ്ടെങ്കിൽ, ഭൂമിയിൽ എവിടെയെങ്കിലും ഇടം തന്നിട്ടുണ്ടെങ്കിൽ, പാടങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, പുഴകളും നദികളും തന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ കാടുകളും കുന്നുകളുമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാക്ഷിത്വത്തിന് വേണ്ടി യഥേഷ്ടം ഉപയോഗിക്കുവാൻ വേണ്ടിയാണ്. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് വെട്ടിത്തെളിച്ച് അടിച്ചു തീർപ്പാക്കി അടിച്ചു പൊളിച്ച് ദുന്യാവിൽ ജീവിക്കാനുള്ളതല്ല എന്നുള്ളതാണ്. മലയിടിച്ചു മാറ്റുമ്പോൾ, അതുപോലെ സസ്യങ്ങൾ വെട്ടിമാറ്റുമ്പോൾ, അതുപോലെ ഭൂമിയുടെ പരിസ്ഥിതിക്ക് കോട്ടം തരുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾക്ക് അപ്പുറം ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടുവോളം ആസ്വദിക്കാനുള്ള സ്വത്തും ലാഭവും സമ്പാദിക്കാൻ വേണ്ടിയുള്ള ത്വരയിലാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പരിസ്ഥിതിയുടെ സംരക്ഷണവും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ പരിവർത്തനം ഉണ്ടാക്കാനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള പല തരത്തിലുള്ള പ്രകൃതി വിഭവങ്ങളുമുണ്ട്.
മനുഷ്യന്റെ അനിയന്ത്രിതമായ ഉപഭോഗം കൊണ്ട് അതെല്ലാം വാരി വലിച്ചുപയോഗിച്ചുകൊണ്ട് ഇന്ന് ഒരുപാട് നദികൾ വറ്റിപ്പോയിരിക്കുന്നു, ഒരുപാട് പുഴകൾ വറ്റിപ്പോയിരിക്കുന്നു. അതുപോലെ തന്നെ മലീമസമായിരിക്കുന്നു, പുഴകളെല്ലാം മലിനമായിരിക്കുന്നു. ഇതൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ജീവിത പാതയിൽ നിന്ന് വിട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള ഇംബാലൻസിങ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. വേസ്റ്റ് എന്നൊരു വലിയ പ്രശ്നമാണ്, വലിയ തരത്തിലുള്ള വേസ്റ്റാണ്. ലോകത്തിലെ വേസ്റ്റ് ഭക്ഷണ വേസ്റ്റാണ് എന്നുള്ളതാണ് വളരെ അത്ഭുതകരമായ സംഗതി. ഭക്ഷണം വലിയ ഒരു വേസ്റ്റായി മാറിയിരിക്കുന്നു. ആളുകൾക്ക്, അതായത് ഇവിടെയുള്ള പട്ടിണി പാവങ്ങൾക്ക് 2 പ്രാവശ്യം കൊടുത്താലും ബാക്കി വരുന്ന തരത്തിൽ ഓരോ ദിവസവും ലോകത്തിൽ ഭക്ഷണം വേസ്റ്റായി പോകുന്നു എന്നുള്ളത് പറയുമ്പോൾ എന്തുമാത്രം ഭീകരമാണ് സംഗതി എന്നുള്ളതാണ്. നമ്മുടെ വീടുകളിലുള്ള വേസ്റ്റ്, ഭക്ഷണത്തിന്റെ വേസ്റ്റ്, ആവശ്യത്തിലധികം ആഹരിക്കരുതെന്നും നിന്റെ അരവയറ് മാത്രം ഭക്ഷണവും കാൽവയറ് വെള്ളവുമായിട്ട് ബാക്കി കാൽവയറ് ഒഴിച്ചിടണമെന്നും പഠിപ്പിച്ച അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശം അംഗീകരിക്കാത്തവന് അരിയിടുമ്പോൾ അങ്ങനെ അമിതമായി അരിയിടും. കൂട്ടാനുണ്ടാക്കുമ്പോൾ ഒരുപാട് മീൻ വാങ്ങി, ഒരുപാട് ഇറച്ചി വാങ്ങി, ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കും. ഒരുപാട് സൈഡ് ഡിഷസ് ഉണ്ടാക്കും. ഇങ്ങനെ 2, 3, 4, 5, 6 ഒക്കെ സൈഡ് ഡിഷസ് ഉണ്ടാക്കിയാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് തിന്നു തീർക്കാൻ സാധ്യമാവില്ല. അവൻ എല്ലാത്തിലും ഒന്ന് തൊട്ട് അവനങ്ങനെ ബാക്കി ഒഴിവാക്കുമെന്നുള്ളതാണ്. അത് ഈ പ്രകൃതിയുടെ സന്തുലനത്തെ ബാധിക്കുന്നു എന്നുള്ളത് ഇന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുള്ള മിതമായ ഭക്ഷണവും മിതമായ ചെലവും മിതമായ വെള്ളവും മിതമായ രീതിയിലുള്ള പെരുമാറ്റവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അവഗണിച്ചു കളഞ്ഞതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഭീകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഈ കടലും കരയുമൊക്കെ ഇങ്ങനെ മലീമസമാകുന്നത് മനുഷ്യ സമൂഹത്തിന്റെ ആ ഫിത്ന തോന്നിയാസം കൊണ്ടാണ്. ബിമാ കസബത്ത് ഐദിന്നാസ്, ജനങ്ങൾ അവരുടെ കരങ്ങളാൽ ഉണ്ടാക്കി തീർത്തതാണ് ഈ ഫസാദ്, ഈ ഫിത്ന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള ജീവനും ആത്മാവും ഊതി ഒരു മനസ്സും സംവിധാനിച്ചത് ഈ മണ്ണുമായിട്ട് മല്ലടിച്ചുകൊണ്ട് ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കാനാണ്. അവന് യഥാർത്ഥത്തിൽ ഭൗതിക ജീവിതത്തിലുള്ള ആർഭാടങ്ങളുടെ മറ്റൊരു ചരിത്രമാണ് ഇവിടെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. വളരെ ഗൗരവമായി ആലോചിക്കണം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ മനുഷ്യ, ബുദ്ധിയുള്ള മനുഷ്യ, നിനക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അള്ളാഹുയെ സംബന്ധിച്ചിടത്തോളം നിന്നും ഇരുന്നും കിടന്നും അവൻ ആലോചിക്കുകയും ഈ പ്രപഞ്ച സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തൃഷ്ണ നശിച്ചു പോവുകയും അവന്റെ ബുദ്ധി മരവിച്ചു പോവുകയും റബ്ബന, ഞങ്ങളുടെ നാഥ, മാ ഖലഖത ഹാദാ ബാത്തില, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചിട്ടുള്ളതല്ല എന്നവൻ ഉറക്കെ പറഞ്ഞു പോവുകയും ചെയ്യും. ആകാശത്തിൽ പറവകൾ പറന്നു പോകുന്നത്, അത് താഴെ വീഴാതെ പിടിച്ചു നിർത്തുന്നത് ആരാണ് എന്ന് ഖുർആൻ ഇങ്ങനെ എടുത്തു ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മത്സ്യം കൊണ്ടില്ലേ, മത്സ്യം ഇങ്ങനെ ഈ സമുദ്രാന്തർഭാഗത്ത് എത്രമാത്രം മത്സ്യങ്ങളാണ് ജീവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ജന്തുജാലങ്ങൾ, സസ്യജാലങ്ങൾ, അങ്ങനെ വർണ്ണ മനോഹരമായ ഭൂമി, ഈ ഭൂമിക്ക് ചുറ്റും വേറെയും ഗ്രഹങ്ങൾ, അങ്ങനെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെയുള്ള പ്രപഞ്ചം, ആകാശവും ഭൂമിയും, ഇത് വളരെ മനോഹരമാണ്. ആകാശത്തിലേക്ക് നിങ്ങൾ രാത്രിയിൽ നോക്കുമ്പോൾ നല്ല മനോഹരമായ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങളുടെ വികാരങ്ങളെ തട്ടിനിർത്തുകയും നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്യുന്നതാണ് ഓരോന്നും. നിങ്ങൾ കാണുന്ന പ്രഭാതമില്ലേ, എന്തൊരു വിഷമുണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും പ്രഭാതം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കതൊരു പുത്തൻ പ്രതീക്ഷയാണ്. നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും പലപ്പോഴും ഇങ്ങനെ കടിഞ്ഞാണിട്ട് കൊണ്ട് നിങ്ങളിലേക്ക് പ്രദോഷം കടന്നു വരുന്നില്ലേ? പക്ഷേ അത് അവസാനത്തെ പ്രദോഷമല്ല, നാളെയും ഒരു പ്രഭാതം വരുന്നു. ഇങ്ങനെ ഈ പ്രകൃതിയുടെ ചംക്രമണം, ആ ചംക്രമണം നിങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ആകാശവും ഈ ഭൂമിയും ഈ വെള്ളവും ഈ മനുഷ്യനും ഈ മനുഷ്യനിന്റെ സൃഷ്ടിപ്പുമൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം ബോധ്യമാവും, ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചിട്ടുള്ളതല്ല, ഇതൊക്കെ വളരെ പ്ലാൻഡ് ആണ്. ഇതിന്റെ പിന്നിൽ സർവശക്തനായ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല, ഒരു ഏകനായ സൃഷ്ടാവുണ്ട്. അതുപോലെ ഇതിന് പ്ലാനും പദ്ധതിയും കൊണ്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിടുന്ന ഒരു പ്രശ്നമില്ല എന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്ന സംഗതിയാണ്.
ഇവിടെ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമായി, ഭൂമിയുടെ ഭാഗമായി ജീവിക്കാൻ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇംഗിതമനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി കുടുംബ സംവിധാനം അല്ലാഹു തആല ഉണ്ടാക്കി തന്നു എന്നുള്ള. മനുഷ്യന് ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ള, ഒറ്റയ്ക്കൊരു ജീവിതമില്ല എന്നുള്ളതാണ്. ഒരിക്കലും ജീവിക്കാൻ പറ്റൂല എന്നുള്ളത്. നമുക്ക് ഒറ്റയ്ക്കാവാൻ പറ്റൂല. ബെഡ്റൂമിൽ പോയാൽ അവിടെ ഭാര്യ ഉണ്ടാവും, ബാത്റൂമിൽ പോയാലും അവിടെ മാത്രം ഒറ്റയ്ക്ക്. പക്ഷെ അവിടെയും കൂടുതൽ സമയം ഇരിക്കാൻ പറ്റൂല. കാരണം ആര് പുറത്തുനിന്ന് ആൾ നോക്ക് ചെയ്യും. കാരണം 4-5 ആളുകളുടെ അടുത്ത് 1-2 ബാത്റൂം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറി കുത്തിയിരിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒറ്റയ്ക്കാവുക എന്നുള്ളത് മനുഷ്യ സൃഷ്ടിപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കാത്ത ഒരു സംഗതിയാണ്. മനുഷ്യനെപ്പോഴും കൂട്ടായിയാണ്. അപ്പോൾ അവന് കൂട്ടാളിയെ വേണമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുകയും ആദ്യം അവനെ ഒറ്റയ്ക്ക് സൃഷ്ടിക്കുകയും പിന്നെ അവന് ആ ഒറ്റയാകുന്നതിന്റെ ഒരു തരത്തിലുള്ള ആലസ്യവും നിരാശയും ഒക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് അവന് ഇണയെ സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് ഹവ്വ എന്നുള്ളത് ജീവനുള്ളത് എന്നുള്ളതാണ്. ആദം നബിയെ ഒന്ന് ഉറക്കിയിട്ടാണ് ഹവ്വയെ സൃഷ്ടിച്ചതെന്നും ആദം ഉണർന്നു നോക്കിയപ്പോ അടുത്തൊരു പ്രത്യേക ഒരു ജന്തു ഇരിക്കുന്നു. അതായത് എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. നീ ആരാണ്, എന്തിനാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന ചില ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മനുഷ്യനെ, ആദമിൽ നിന്ന് തന്നെയാണ് മനുഷ്യനെ ഹവ്വയെ സൃഷ്ടിച്ചത്. അത് വളരെ ഗംഭീരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറഞ്ഞു പഠിക്കും. മിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ആയത്തിന്റെ തൊട്ട് മുന്നിലും പിന്നിലും ചിന്തിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആയാത്ത് എന്നാണ് പറയാൻ. ആയാത്ത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ. ഇതൊക്കെ സംവിധാനിച്ചത് അള്ളാഹുവാണ്. നിങ്ങൾക്ക് അത് പുരുഷനെ അഭിസംബോധന ചെയ്തുകൊണ്ടാ പറയുന്നത്. മനുഷ്യനെ എന്ന് പറയുമ്പോൾ അവിടെ പുരുഷനെ അഭിസംബോധന ചെയ്തുകൊണ്ടാ പറയുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന്, നിങ്ങളുടെ വർഗത്തിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. തസ്കുനു ഇലൈഹാ, നിങ്ങൾ രണ്ടാളും ചേർന്ന് ശാന്തത കൈവരുവാൻ. വളരെ വളരെ ഗൗരവമുള്ള ഗംഭീരമായ ഒരു സംഗതിയാണ്. ഭദ്രമായ ഒരു കുടുംബത്തിന് പ്രേമവും കാരുണ്യവും അനിവാര്യമാണ് എന്ന് സൃഷ്ടാവായ രാജതമ്പുരാന് നന്നായി അറിയാം. പ്രേമവും കാരുണ്യവും ഇല്ലെങ്കിൽ, സ്നേഹവും കാരുണ്യവും, സ്നേഹം എന്ന വാക്കല്ല, ഹുബ് എന്ന വാക്കല്ല അല്ലാഹു തആല അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് മവദ്ദത്ത് എന്നുള്ളതാണ്. അതായത് ഒരുതരം ആകർഷണം, പരസ്പര ആകർഷണത്തിൽ മുങ്ങിയ ഒരു അനുരാഗത്തിനാണ് യഥാർത്ഥത്തിൽ മവദ്ദത്ത് എന്ന് പറയുന്നത്. മറ്റത് സ്നേഹം ഹുബ്ബുള്ള എന്ന് പറയുമ്പോൾ അല്ലാഹുത്തെ ഹുബ്ബുൻ നബി അല്ലെ ഹുബ്ബുൽ ഉമ്മ, ഹുബ്ബുൽ അബ് എന്നൊക്കെ പറഞ്ഞാൽ വാപ്പയോടുള്ള സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം, ഉമ്മയോടുള്ള സ്നേഹം, അതുപോലെ പ്രവാചകനോടുള്ള സ്നേഹം. ഹുബ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. പക്ഷെ ഇവിടെ മനുഷ്യൻ അവന്റെ ഇണയും തുണയും തമ്മിലുള്ള സ്നേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മവദ്ദത്ത് എന്നാണ്. മവദ്ദത്ത്, അതിന് വളരെ ആഴത്തിലുള്ള അർത്ഥതലങ്ങളുണ്ട്. ആകർഷണത്തിന്റെ, പരസ്പര ആകർഷണത്തിന്റെ ഒരു രീതി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നൽകിയിട്ടുണ്ട്. ഈ ആകർഷണം രണ്ടാളുകൾ തമ്മിൽ സ്വകാര്യമായി ആസ്വദിക്കുകയും അതിന് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാട് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അങ്ങാടിയിൽ വിറ്റ് പൈസാക്കാനോ അല്ലെങ്കിൽ കോളേജുകളിലോ സ്കൂളുകളിലോ കച്ചവട സ്ഥാപനങ്ങളിലോ ഒക്കെ നടക്കുമ്പോൾ താൽക്കാലികമായി മനുഷ്യന് ആസ്വദിച്ച് വലിച്ചെറിയാനോ ഉള്ളതല്ല ഈ ആകർഷണം, ഈ മവദ്ദത്ത് എന്ന് ഇസ്ലാം വളരെ പ്രത്യേകമായി പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ ആകർഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ മനുഷ്യബന്ധങ്ങൾ. ഇന്ന് യഥാർത്ഥത്തിൽ ഭദ്രമായ കുടുംബങ്ങളുടെ കാര്യം പറയാമെങ്കിൽ വളരെ മോശമാണ്. നമ്മൾ കുടുംബ കോടതികളിലോ അല്ലാത്ത കോടതികളിലോ ചെന്ന് നോക്കിയാൽ നമുക്കറിയാം, അവിടെ വിവാഹമോചന കേസുകൾ കെട്ടിക്കിടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൗൺസിലിംഗ് സെന്ററുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഡിസ്പ്യൂട്ടിന്റെ, അടിയുടെ, വഴക്കിന്റെ, വിയോജിപ്പിന്റേതാണ്. യഥാർത്ഥത്തിൽ അവർ തമ്മിലുള്ള യഥാർത്ഥ സ്നേഹവും അതുപോലെ തന്നെ കാരുണ്യവും പരസ്പരം പങ്കുവെക്കാൻ സാധിക്കുന്നില്ല. ഇത് തന്നത് രക്ഷിതാവാണ് എന്ന ബോധത്തോടുകൂടി, നമ്മൾ പരസ്പരം പങ്കുവെക്കാനുള്ളവരാണ് എന്ന ബോധത്തോടുകൂടി യാതൊരു തരത്തിലുള്ള മറയുമില്ലാതെ ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നതിനാൽ തസ്കുനു ഇലൈഹ, അതിനു വേണ്ടിയാണ് വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഒരു അനിർവചനീയമായ ഒരു വികാരമാണ് സ്നേഹം. ഒരിക്കലും ഒരാളിനും വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഭൂതിപൂർവകവും ആസ്വാദിതാകവുമായ ഒരു സംഗതിയാണ് സ്നേഹം എന്നുള്ളത്. മനുഷ്യരുടെ ഒരാത്മാവാണത്. യഥാത്മാവിനെ പിരിച്ചു വച്ചിരിക്കുന്നു. ആത്മാവുമായി ചേരുമ്പോൾ അല്ലെങ്കിൽ ആത്മാവ് ഇണചേരുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ അത്യാകർഷകമായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന് ഏത് തരത്തിലുള്ള ഗ്രേഡ് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. അല്ലാഹുമായി ബന്ധപ്പെടുത്തുന്ന നമസ്കാരത്തിന്റെ അടുത്ത ഗ്രേഡാണ് അതിന് കൊടുത്തിട്ടുള്ളത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അത്തറും സ്ത്രീകളും അത്തറും പെണ്ണും നമസ്കാരവും എനിക്കിഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി.
അതായത് ഒരു സുഗന്ധം ഇഷ്ടപ്പെടാത്ത മനുഷ്യനില്ല എന്നുള്ളതാണ്. സ്ത്രീകളെ ഇഷ്ടപ്പെടാത്ത മനുഷ്യനുണ്ടാവാൻ പറ്റില്ല. അതുപോലെ അതിന്റെ അതേ ഗ്രേഡിലാണ് നമസ്കാരവും അള്ളാഹുമായുള്ള മുലാഖാത്ത്. നമ്മുടെ ആത്മാവ് പരമാത്മാവുമായി ബന്ധപ്പെട്ടിട്ട് ആ ആത്മാവിന്റെ അനിർവചനീയമായ ആസ്വാദ്യത അനുഭവിക്കുന്ന ഏറ്റവും മഹോന്നതമായ ഒരു സംഗതിയാണ് നമസ്കാരം. അതിന്റെ അടുത്ത ഗ്രേഡാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം മഹത്തരമായ ഒരു ഇബാദത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഭദ്രമായ ഒരു കുടുംബ സംവിധാനത്തിന് വേണ്ടിയാണ്. മക്കളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ശാരീരികമായ ബന്ധത്തിന് അല്ലാഹു തആല അനുമതി നൽകിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വളരെ എളുപ്പം ലഘുവായി കഴിയുന്നതാണ്. പക്ഷേ അതല്ല. ഈ സന്താനോൽപാദനത്തിന്റെ എല്ലാ വേദനയും പ്രയാസം അനുഭവിക്കുമ്പോൾ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗിഫ്റ്റ് എന്നുള്ള നിലയ്ക്കാണ് പിന്നീടുള്ള സകല ആസ്വാദനത്തിന്റെയും സൗകര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് എന്നുള്ള. ഈ മക്കളുണ്ടാവുമ്പോൾ അതിന് വഹ്നിൻ അലാ വഹ്നിൻ, മേൽക്കുമേൽ വേദനയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇത് വളർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ വേദനയോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന ഈ മക്കളെ വളർത്തുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ നൽകുന്ന സാന്ത്വനത്തിന്റെ ആശ്വാസത്തിന്റെ ഏറ്റവും ഉത്തമമായ ഒരു മുഹൂർത്തങ്ങളാണ് യഥാർത്ഥത്തിൽ ഇണയും തുണയുമായി പരസ്പരം പങ്കുവെക്കുന്ന സ്വകാര്യതയുടെ നിമിഷങ്ങൾ. അതും പച്ചയായ ഇബാദത്തായി ഉത്തമമായ ഇബാദത്തായി നിങ്ങൾക്ക് സംവിധാനിച്ചിരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ആർക്കും വടിയെടുത്തു കൊടുത്ത് അടിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല പ്രേമവും സ്നേഹവുമെന്ന്. അത് അല്ലാഹു നിങ്ങളിൽ ഉത്ഭൂതമാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് സ്വീകരിക്കാനും ആസ്വദിക്കാനും പറ്റൂ. അത് ആസ്വദിക്കുമ്പോ, അത് അംഗീകരിക്കുമ്പോ, അതുമായി ജീവിച്ച് മുന്നോട്ട് പോകുമ്പോ ഇതിന് സൗകര്യം ചെയ്ത നാഥന് ഞാൻ തീർച്ചയായിട്ടും നന്ദി കാണിക്കേണ്ടവനാണ് എന്നൊരു ബോധമുണ്ടാവുകയും സൃഷ്ടാവിനോട് യഥാർത്ഥത്തിൽ നന്ദി രേഖപ്പെടുത്തുകയും അവന്റെ സ്തുതികീർത്തനങ്ങൾ ആലപിക്കുകയും വേണം. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനതകൾക്ക് അതിലൊരു ദൃഷ്ടാന്തമാണ്. വമിൻ ആയാതി ഖൽഖുസ് സമാവാതി വൽ അർളി വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും, അതായത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ നിറങ്ങളിലും നിങ്ങളുടെ ഭാഷകളിലുമുള്ള വൈവിധ്യം ഒരുപാട് ചിന്തിക്കാൻ പര്യാപ്തമായ ഒരു സംഗതിയാണ് മനുഷ്യന്റെ നിറങ്ങളിലുള്ള വ്യത്യാസം. അതുപോലെ ഭാഷാ വ്യത്യാസം. ലോകത്ത് ഒരുപാട് കോടി ജനങ്ങൾ ഉപജീവനം നടത്തുന്നത് ഈ ഭാഷയുടെ വൈവിധ്യത്തിലാണ്. അതിന്റെ എഴുത്തും വരപ്പും ട്രാൻസ്ലേഷനും അതുമായി ബന്ധപ്പെട്ട ഭാഷാ പഠനവും ഭാഷാ സാഹിത്യവും അതുമായി ബന്ധപ്പെട്ട പ്രവിശാലമായ ഒരു ഏരിയ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഒരേ ഭാഷ സംസാരിക്കുന്ന ഒരേ നിറത്തിലുള്ള ആളുകളായിരുന്നു നിങ്ങളെങ്കിൽ ഇന്ന് നിരത്തിലുള്ള വൈവിധ്യപൂർണമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാവുമായിരുന്നില്ല. മഹാനായ രക്ഷിതാവിന്റെ യുക്തി കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ സൃഷ്ടിച്ചു തന്നിട്ടുള്ളത്. അത് രക്ഷിതാവിന്റെ ഉത്തമമായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വമിൻ ആയാതിഹി മനാമുകും ബില്ലൈലി വന്നഹാരി വബ്തിഗാഉം ഫളിഹി, ഈ രാത്രിയിലും പകലിലും നമ്മൾ ഉറങ്ങുന്നു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അല്ലെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തേടിയിട്ട് നമ്മൾ അധ്വാനിക്കുന്നു. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ആകാശത്ത് മിന്നൽ പിണരുകളും ഇടിയും വരുന്നു. അത് നിങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും ഭയവും ഉണ്ടാക്കുന്നു. ആകാശത്തുനിന്ന് വെള്ളമിറക്കി തരുന്നു. മൃതപ്രായമായ ഭൂമിയെ അത് സജീവമാക്കുന്നു. പിന്നെ വർണ്ണശബളമായ ഒരുപാട് സസ്യലതാദികൾ ഇവിടെ ഭൂമിയിൽ മുളച്ചു വരുന്നു. ഇതെല്ലാം നിങ്ങളോട് വിളിച്ചു പറയുന്നത് വളരെ പ്ലാൻ ചെയ്തിട്ട് ഒരു സൃഷ്ടാവ് ഉദ്ദേശിച്ചിട്ട് പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ സൃഷ്ടാവിലേക്ക് മടങ്ങിപ്പോണ്ടവരാണ് നിങ്ങൾ. അതുകൊണ്ട് അവന്റെ തീരുമാനപ്രകാരം നിർദ്ദേശപ്രകാരം അതെല്ലാം എടുത്ത് മിതമായി ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിന്റെ വിജയം കാണുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഈ യാഥാർത്ഥ്യം ഉള്ളിൽ ശരിക്കും ബോധ്യമായി കഴിഞ്ഞാലാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് ഗൗരവവും ജീവിതത്തിന് സശ്രദ്ധയും സൂക്ഷ്മതയും തഖ്വയൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. Alhamdulillah hamdan kathiran tayyiban mubarakan yanbaghi li jalali wajhihi wa 'azimi sultanihi. Subhanaka la nasitana kama sanayta nafsuhu lakal hamdu hatta tarda. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim. Allahumma barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim fil alamin innaka Hamidum Majid. Ayyuhal ikhwatul ahbab, usikum wa iyaya thaniyan bi taqwallah.
ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ലോകത്തിലെ എത്ര വലിയ വിജ്ഞാനമുള്ള സമൂഹത്തിനോടും എത്ര വലിയ സാഹിത്യം കൈകാര്യം ചെയ്യുന്ന സമൂഹത്തോടും എത്ര വലിയ ശാസ്ത്ര നേട്ടങ്ങൾ കൊണ്ട് ജീവിക്കുന്ന സമൂഹത്തോടും എത്ര നല്ല ഭരണ സംവിധാനത്തോടെ കഴിയുന്ന സമൂഹത്തോടുമൊക്കെ അന്തസ്സോടെ പറയാൻ പര്യാപ്തമായ നിലയിലാണ് പരിശുദ്ധ ഖുർആനിലെ ഓരോ സംഗതികളും നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഏത് സമൂഹത്തിലും ഫസ്റ്റ് ക്ലാസ് മുന്നിൽ നിന്ന് കൊണ്ടുപോകാൻ പര്യാപ്തമായ രീതിയിൽ ഭരണ സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഏറ്റവും നീതിയും ആശ്വാസം നൽകുന്ന ഭരണ സംവിധാനത്തിൻ്റെ നിർദ്ദേശങ്ങൾ. പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞാൽ ലോകത്താരും തന്നെ ഇതുവരെ പ്രകൃതിയെ വർണ്ണിക്കാത്ത നിലയിലുള്ള വർണ്ണനകൾ. മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ അന്തരാളങ്ങളിൽ ഇറങ്ങിയിട്ട് മനുഷ്യ മനസ്സിൻ്റെ സ്നേഹത്തെ ഉദ്ദീപിക്കുന്ന, പ്രേമത്തെ ഇളക്കിവിടുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ. മൂന്നാംകിട സെക്സ് പുസ്തകങ്ങളല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈംഗിക സദാചാരമോ അല്ലെങ്കിൽ ലൈംഗിക ആവശ്യങ്ങളോ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഏറ്റവും മനോഹരമായി ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ആരോഗ്യകരമായ സെക്സിനെ സംബന്ധിച്ച്, അനുഭൂതിപൂർവകമായ സെക്സിനെ സംബന്ധിച്ച് വളരെ കൃത്യവും ഭംഗിയുമായ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. ഇനി പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് പഠനം നടത്തുന്ന ശാസ്ത്രകാരന്മാർക്ക് ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് നിലനിൽക്കുന്നത്, എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് അവസാനിച്ചു പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തവും കൃത്യവുമായ വിവരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. ശാസ്ത്രം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സംഗതികളുണ്ട്. മനുഷ്യന് ഉറങ്ങണത് എങ്ങനെയാണെന്ന് ഇപ്പോഴും അറിയില്ല. ഉറക്കം വരുന്നു പോകുന്നു എന്നാണല്ലോ നമ്മൾ പറയാം. ഒരാളിന് ഉറക്കം വന്നില്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ചില മരുന്നുകളുണ്ട്, മയക്കാൻ പറ്റും, പക്ഷെ ഉറക്കാൻ പറ്റില്ല. ഒരാൾ മയങ്ങിപ്പോയി കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ളത് പുറത്തേക്കണമെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. എത്ര വിദഗ്ധനായ ഡോക്ടറായാലും അവൻ്റെ മനോവ്യാപാരങ്ങളെ ഇവൻ്റെ മനോവ്യാപാരങ്ങളുമായിട്ട് എടുത്തുവെക്കുമ്പോൾ പറ്റില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ഉറക്കം? ഒരു മഹാ അത്ഭുതമാണ്. ഉറക്കമില്ലാത്ത രാത്രികളുണ്ടായാലാണ് ഉറക്കത്തിൻ്റെ ഗാംഭീര്യം നമുക്ക് മനസ്സിലാവുക, ഉറക്കത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക. മിക്കവാറും മനുഷ്യന്മാരൊക്കെ ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഉറക്കം ഒരു അനുഗ്രഹമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറക്കത്തിൽ അല്ലാഹു റൂഹിനെ വഴി, അതായത് കോൺഷ്യസ് മൈൻഡ് എത്രമാത്രം ഏരിയയിലാണ് പ്രവർത്തിക്കുന്നത് അതിന് അല്ലാഹു തആല അല്ലാഹു യതവഫൽ അൻഫുസ് ഹീന മൗതിഹാ വല്ലതി ലം തമുത് ഫീ മനാമിഹാ, മരണത്തിലും മരിക്കാത്ത ആത്മാക്കളെ ഉറക്കത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകമായ ഒരു സംഗതി. സത്യം പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. ഉറങ്ങാൻ പോകുമ്പോഴാണ് ഉറക്കത്തിൻ്റെ ആസ്വാദനം, ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാണ് ആ ഉറക്കത്തിൻ്റെ ആസ്വാദനത്തെക്കുറിച്ച്. ഉറങ്ങുമ്പോൾ നമുക്കത് ആസ്വദിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് നമ്മൾ ഉണർത്തും, എന്തിനാ? നീ ഉറങ്ങുകയാണ്, ഞാനൊരു സുഖം നിനക്ക് തന്നിരിക്കുന്നു എന്ന് നിനക്ക് ബോധ്യം വേണം എന്ന് മനുഷ്യനെ മനസ്സിലാക്കി കൊടുക്കാനാണ് ഉറക്കത്തിൽ ഇങ്ങനെ ഇടയ്ക്ക് ഉണർത്തുന്നത്. ഭയങ്കര അത്ഭുതകരമായ സംവിധാനമാണ്. അങ്ങനെ ഗാഠമായി അങ്ങനെ ഉറങ്ങിക്കളയില്ല നമ്മൾ, എന്തായാലും ഒന്നുണോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പായയുടെ കുഴപ്പമോ ബെഡിൻ്റെ കുഴപ്പമോ കടിക്കുന്നതോ അല്ലെങ്കിൽ കൊതുവിൻ്റെ കടിയോ ഒക്കെ ആവാം. പക്ഷേ ഇത് വളരെ ആസൂത്രിതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ഒരു സംവിധാനമാണ്. നല്ല ഉറക്കം പൂർണ്ണമായി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അൺകോൺഷ്യസ് ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സംഗതിയാണ്. സബ് കോൺഷ്യസ് ലെവൽ പോലും കോൺഷ്യസ് മൈൻഡിൽ മാത്രമേ, അതായത് ഉപബോധ മനസ്സിലെ സംഗതികൾ ബോധം ഉണ്ടായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ചില ഇഷ്യൂസാണ്. യഥാർത്ഥത്തിൽ അത് നമ്മളെ മനസ്സിലാക്കി തന്നിട്ട് അത് എൻ്റെ ദൃഷ്ടാന്തമാണ്, ഇതില്ലെങ്കിൽ നിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇതെല്ലാം അനുഭവിക്കുമ്പോൾ അള്ളാഹുവിനോട് പൂർണ്ണമായും നമ്മൾ വിധേയത്വം പാലിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത് അല്ലാഹു തആല നിർദ്ദേശിച്ചുള്ള സംഗതിയാണ്. പക്ഷെ മനുഷ്യനാണ് എത്ര ശ്രമിച്ചാലും എത്ര ആലോചിച്ച് തീരുമാനിച്ചാലും പിഴവുകളും തെറ്റുകളും വരിക എന്നുള്ളത് സ്വാഭാവികമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാന്ത്വനത്തോടെ പറഞ്ഞു പഠിപ്പിക്കുന്നു. അതിനാണ് തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. നമസ്കാരം കൃത്യമായി നിർവഹിക്കുമ്പോൾ ഒരു നമസ്കാരം മുതൽ മറു നമസ്കാരം വരെയുള്ള സന്ദർഭത്തിൽ ആദ്യത്തെ നമസ്കാരത്തിന് രണ്ടാം നമസ്കാരത്തിനിടയിലുള്ള ചെറിയ പാപങ്ങളെല്ലാം പുറത്തു തരാമെന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ
നമസ്കാരത്തിൻ്റെ കൂടെ, അതായത് ഫർള് നമസ്കാരത്തിൻ്റെ കൂടെ സുന്നത്ത് നമസ്കാരം ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. സുബഹിയുടെ മുമ്പ് ഉള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം വളരെ പ്രാധാന്യത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ ഒരു സംഗതിയാണ്. കഴിവിൻ്റെ പരമാവധി സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നമസ്കരിക്കാനും സഹോദരന്മാർ ശ്രമിക്കുക. അത് വളരെ ഒരു കൂടുതൽ ഊർജ്ജസ്വലത നൽകുന്ന ഒരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ വേണ്ടിയത് സുബഹിക്ക് 1 മണിക്കൂർ മുമ്പ് തന്നെ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുക. ഈ പതിരാത്രിയുള്ള നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിക്ക് രാത്രി കഴിഞ്ഞ ശേഷം, പാതിരാത്രി കഴിഞ്ഞ ശേഷം ഉള്ള നമസ്കാരം റസൂലിന് നിർബന്ധമാക്കിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല പ്രത്യേകമായി പറഞ്ഞ അല്ലാഹുവിൻ്റെ സാന്നിധ്യം കൂടുതൽ ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അല്ലാഹു തആല നൽകും. അപ്പോൾ ആളുകൾ വിചാരിക്കും ഞാൻ ഇന്നതൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ, തഹജ്ജുദിൽ കിട്ടിയിട്ടില്ലല്ലോ. യഥാർത്ഥത്തിൽ നൽകുമെന്ന് അല്ലാഹു തആല പറഞ്ഞു. നമുക്കെന്താണ് നല്ലത് എന്ന് നന്നായി അറിയുന്നത് അല്ലാഹു ആണ്. അതുകൊണ്ട് അത് നൽകും എന്ന അർത്ഥത്തിലാണ് അത് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. നമുക്കെന്താണ് നല്ലത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ചിലപ്പോൾ നൽകിയാൽ നമുക്ക് കേടുണ്ടാവും, അതുകൊണ്ട് അല്ലാഹു തആല അത് മാറ്റിവെക്കുന്നതാണ്. പക്ഷെ അല്ലാഹുവിന് കൂടുതൽ ഇഷ്ടമുണ്ടാകുന്ന ഒരു സംഗതിയാണ് തഹജ്ജുദ് നിസ്കരിക്കുന്ന സത്യവിശ്വാസികളെ എന്ന്. അപ്പോൾ തഹജ്ജുദ് നിസ്കരിച്ചാൽ സ്വാഭാവികമായും സുബഹിയുടെ സുന്നത്ത് നമസ്കരിക്കാനും അതുപോലെ തന്നെ സുബഹി കൃത്യമായ സമയത്ത് നമസ്കരിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഖുർആൻ ഓതൽ ഒരു ശീലമാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ഈ വക സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലാണ് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഖുർആനും നമ്മുടെ ഹൃദയവും തമ്മിലുള്ളൊരു ബന്ധം എപ്പോഴും ദൃഢമാക്കി ഒരു ദിവസം ഒരായത്തെങ്കിലും ഓതാതെ, അതായത് നിസ്കാരത്തിലല്ലാത്ത സന്ദർഭത്തിൽ പുറത്തുനിന്ന് ഓതാത്ത ദിവസം കടന്നു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ, യഥാർത്ഥ കുറേ ദിവസങ്ങളാകുമ്പോൾ ഒരാഴ്ച പഠിക്കുക അല്ലെങ്കിൽ 2 ആഴ്ച പഠിക്കുക എന്ന് തീരുമാനിച്ചാൽ കുറേ ദിവസങ്ങളാകുമ്പോൾ ഒരുപാട് ആയത്ത് നമുക്ക് പഠിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ തെറ്റുകൾ പുറത്തു പോകാനും അള്ളാഹുവിനോട് അടുക്കാനും നന്ദി രേഖപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ എഴുതപ്പെടാനും കാരണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും ബൃഹത്തായ ഒരു സംവിധാനം ഉണ്ടാക്കി ജീവിതം തന്ന് നമ്മളെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്ന നന്ദിയും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ഉണ്ടാവാതെ വരുമ്പോൾ അപാകതകളെ പരിഹരിക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് ഇസ്തിഗ്ഫാറും തൗബയും അതുപോലെ തന്നെ നമസ്കാരം, സുന്നത്ത് നമസ്കാരം വർദ്ധിപ്പിക്കുക, ഖുർആൻ. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്കെന്തെങ്കിലും ലഭിക്കുന്നതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുക. അശരണരും ആലംബഹീനരുമായ ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ സക്കാത്തിൻ്റെ ഫണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൊടുക്കണില്ല എന്നാരും വിചാരിക്കേണ്ടതില്ല. ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കൊടുക്കാൻ തയ്യാറാവുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു തരുമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആ തിരിച്ചു തരൽ ദുനിയാവിലും തിരിച്ചു തരും, ആഖിറത്തിലും തിരിച്ചു തരും. ഖുർആൻ ഓതുന്നത് പോലെ സുന്നത്ത് നമസ്കരിക്കുന്നത് പോലെ പ്രാധാന്യമാണ് ഇൻഫാഖും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിലുള്ള ധനവിനിയോഗവും. അപ്പോൾ അതും വളരെ ഗൗരവത്തോടെ കണക്കിലെടുത്ത് ചെയ്താൽ ഈ സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. അങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم ارض عن ابو بكر وعمر وعثمان وعلي بقيه اصحاب رسول الله اجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തുമാകാതെ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഭാര്യ സന്താനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഉസ്താദന്മാർക്കും ബന്ധുമിത്രാദികൾക്കും വേണ്ടപ്പെട്ട എല്ലാ ആളുകൾക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും നീ പുറത്തുമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങൾ ഇന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗ പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അകലങ്ങളിൽ ജീവിക്കുന്ന ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് നീ ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ദീൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ശാന്തവും സമാധാനപരമായി ജീവിച്ച് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിൽ സമ്പത്തുകളിലും നീ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ രഞ്ജിപ്പും യോജിപ്പും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. സത്യവിശ്വാസികൾ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥ നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ശാന്തമായി ജീവിച്ച് ശാന്തമായി നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, മരണത്തിൻ്റെ സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. മഹ്ശറിൽ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗം നൽകി ലിഖാ നൽകി ഫിർദൗസിൽ വെച്ച് ലിഖാ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഥ. ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിക്കണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാനുള്ള ഒരു പ്രാർത്ഥനാനിരതമായ ഒരു മനസ്സ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين
المسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.